മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ ഉണ്ണിയുമായിട്ട് വഴക്കിട്ട് ഇനി അവനോടൊപ്പം ഒരു ജീവിതം ഇല്ലെന്ന് ഉറപ്പിച്ചതിന് ശേഷം വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവിടെ വെച്ച് മോഹിനിയാണെങ്കിൽ പ്രതാപന്റെ ആ ഒരു ഞെട്ടിക്കുന്ന ക്രൂരതയെക്കുറിച്ച് കരുണയെ ബോധ്യപ്പെടുത്തുന്നു. അത് അവൾക്കാണെങ്കിൽ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. തന്റെ അച്ഛൻ പറഞ്ഞാൽ മാത്രമേ താൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ വേഗം തന്നെ തോമസ് സാറുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് പ്രതാപനെയും മുത്തശ്ശിയെയും കണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരാണെങ്കിൽ അത് സത്യമാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇത് കേട്ട് കരുണയ്ക്കാണെങ്കിൽ തന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെയാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്കും വലിയൊരു ക്രൂരതയാണ് തന്റെ ഭർത്താവിന്റെ കുടുംബത്തോടും ഭർത്താവിനോടും തന്റെ അച്ഛൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള സത്യം കരുണ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് മോളെ നിന്റെ ചേച്ചി ഞങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നത്. അവൾക്ക് മാത്രം ഈ സത്യം അറിയുകയുള്ളൂ. ഞാനെന്ന കൊലയാളിയിലെ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു സാക്ഷി. ഇത് കേട്ട് കരുണയ്ക്കാണെങ്കിൽ ആകെ വല്ലാതെയാവുന്നുണ്ട്. ഉണ്ണിയെ തല്ലിയതിൽ അവൾക്ക് ശരിക്കും കുറ്റബോധം തോന്നുകയാണ്. അങ്ങനെ കരുണയാണെങ്കിൽ ആദ്യമായിട്ട് തന്റെ അച്ഛനെ തള്ളി പറയുന്നുണ്ട്. അച്ഛൻ ഈ ചെയ്ത കാര്യം ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല. എന്റെ സ്വന്തം ഭർത്താവിന്റെ അച്ഛനെയാണ് അച്ഛൻ എന്നേക്കുമായിട്ട് കൊന്നു കളഞ്ഞിരിക്കുന്നത്. അത് പിന്നെ മോളെ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ലോ. അങ്ങനെ കരുണയാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. പ്രതാപനോട് മുത്തശ്ശി പറയുന്നുണ്ട്, എടാ മോളെന്താ നമ്മളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോയത്? എനിക്കറിയില്ല, നമ്മൾ എന്ത് ചെയ്യാനാ, എല്ലാം സംഭവിച്ചു പോയില്ലേ. അങ്ങനെ ഈ സമയം മോഹിനി ആവട്ടെ ഉണ്ണിയെ വിളിക്കുകയാണ്. എന്നിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട്, മോൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തണം. ഞാനെന്തിനാ ഈ അങ്ങോട്ട് വരുന്നത്? അവിടെ വന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? ഞാനാ പറയുന്നത്, കരുണയുടെ അമ്മ. മോൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. പോകുന്ന സമയത്ത് കരുണയെ മറ്റൊരാളായിട്ടായിരിക്കും മോന്റെ കയ്യിൽ ഞാൻ തരിക. ഇത്രയും ദിവസം അവളുടെ അച്ഛനും മുത്തശ്ശിയും ഉപദേശിച്ച കാര്യങ്ങൾ മാത്രമേ അവൾ കേട്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് അവൾ എന്റെ ഉപദേശം കേൾക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ നല്ലൊരു ഭാര്യയായിട്ട് അവൾ മുന്നോട്ടുണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കരുണയുടെ സ്വഭാവം മാറാനും പോകുന്നില്ല. അവൾക്ക് ഞാൻ ശരിക്കും ഒരു അടിമയാണ്. അല്ലെങ്കിൽ പബ്ലിക്കിന് മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ തല്ലുമെന്നൊക്കെ ചോദിക്കുമ്പോൾ മോൻ ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കും. ഇനി ഒരിക്കലും അങ്ങനെ ഒരു സംഭവം അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. അത് ഞാൻ വാക്ക് തരുന്നു. എന്നെ കുറച്ചെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ മോൻ ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നു. അവൻ ഉണ്ണിയാണെങ്കിൽ ഒന്നും നോക്കുന്നില്ല, തിരിച്ചു പോവുകയാണ്. പിന്നീട് കരുണ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ തിരിച്ചെത്തുന്ന അവളാണെങ്കിൽ ഉണ്ണിയെ കണ്ട് ആകെ ഷോക്കാവുകയാണ്. അവൾക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയുന്നില്ല. മോളെ, അപ്പോ അമ്മ പറഞ്ഞതുപോലെ തന്നെ അല്ലേ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്? കരുണ ഒന്നും മിണ്ടുന്നില്ല. കാരണം എന്തെങ്കിലും മിണ്ടിയാൽ ഉറപ്പായിട്ടും ഉണ്ണിയും സത്യങ്ങളൊക്കെ തന്നെ അറിയും. അങ്ങനെ ഉണ്ണിയോട് കരുണയാണെങ്കിൽ താൻ ചെയ്തതിന് മാപ്പ് ചോദിക്കുകയാണ്. ഉണ്ണിയേട്ടൻ എന്നോട് ക്ഷമിക്കണം, പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഉണ്ണിയേട്ടന്റെ ഭാര്യയാണ്. ആ ഒരു ഇതിൽ ഉണ്ണിയേട്ടൻ ഒരിക്കലും എന്നെ സംശയിക്കരുതായിരുന്നു എന്നൊക്കെ പറയുമ്പോ, കരുണേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അപ്പോഴത്തെ ഒരു എടുത്തുചാട്ടം അല്ലാതെ മറ്റൊന്നുമില്ല, എനിക്ക് നിന്നെ സംശയമൊന്നുമില്ലെന്ന് പറയുമ്പോ, എനിക്ക് ശരി, നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോവാമെന്ന് പറയുന്നു. ഇതെന്തൊരു മായാജാലകമാണെന്നൊക്കെ ഇങ്ങനെ ഉണ്ണി ചിന്തിക്കുന്നുണ്ട്. ഈ സമയം ഉണ്ണി അങ്ങനെ ഞെട്ടി നിൽക്കുമ്പോ നമ്മുടെ മോഹിനി പറയുന്നുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? ഞാൻ പറഞ്ഞത് സത്യമായില്ലേ? ഇനി അവളെ നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന നല്ലൊരു ഭാര്യയായിട്ടായിരിക്കും മുന്നോട്ട് പോവുക. നിങ്ങൾ രണ്ടുപേരും ധൈര്യത്തോടെ വീട്ടിലേക്ക് പോയിക്കോ. ഇനി ഒരു പ്രശ്നങ്ങളും കരുണയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്ന് മോഹിനി വാക്ക് കൊടുക്കുന്നു. ഉണ്ണിക്കാണെങ്കിൽ ശരിക്കും എന്താ സംഭവിക്കുന്നെന്ന് പോലും മനസ്സിലാവുന്നില്ല. അങ്ങനെ കരുണ പറയുന്നുണ്ട്, അതെ ഉണ്ണിയേട്ടാ, ഞാനും വരുന്നുണ്ട്. ഉണ്ണിയേട്ടൻ തനിച്ചു പോകണ്ട, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ അവളാണെങ്കിൽ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ അമ്മ എന്താ കരുണയോട് പറഞ്ഞെന്ന് ഇങ്ങനെ ഉണ്ണി ചോദിക്കുമ്പോ, ഞാനൊന്നും പറയേണ്ടതും വന്നില്ല, പക്ഷെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നും ഒരു ഉപദേശം കൊടുത്തു. ആ ഉപദേശമാണ് അവളെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. മോനിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്തെങ്കിലും അവൾ ചെയ്യുകയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയെന്നൊക്കെ ഉണ്ണിയോട് മോഹിനി പറയുന്നു. അങ്ങനെ ഉണ്ണിക്കാണെങ്കിൽ സത്യം പറഞ്ഞ സന്തോഷമാവുകയാണ്. കാരണം ഇനി കരുണ ഒരിക്കലും തന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് അവൻ വിചാരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഉണ്ണിയും കരുണയും തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയം വീട്ടിനകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് കരുണയാണെങ്കിൽ ഒന്നും അറിയാത്തത് പോലെ ചോദിക്കുന്നുണ്ട്, ഉണ്ണിയേട്ടൻ അച്ഛൻ കണ്ണേട്ടന്റെ പിറന്നാൾ ദിവസമല്ലേ മരണപ്പെട്ടത്? അതെ, അന്ന് അച്ഛനും കണ്ണേട്ടനല്ലേ ബൈക്ക് ഓടിച്ചു പോയിരുന്നത്? അതിലേക്ക് ഒരു ലോറി വന്ന് ഇടിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ, അതെ അങ്ങനെ തന്നെയായിരുന്നു. അതെന്താ കരുണേ ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഒന്നുമില്ല ഉണ്ണിയേട്ടാ, ഞാനന്ന് അതൊക്കെ ഒന്ന് ഓർക്കായിരുന്നു. അതൊന്നും ഇനി ഓർത്തിട്ട് കാര്യമില്ല. അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് സ്നേഹിക്കാൻ പോലും പറ്റിയിട്ടില്ല എന്നൊക്കെ ഉണ്ണി പറയുന്നു. ഇതൊക്കെ കേട്ട് കരുണയ്ക്കാണെങ്കിൽ ചെറിയൊരു വിഷമമൊക്കെ വരുന്നുണ്ട്. അവളാണെങ്കിൽ എല്ലാം മറച്ചു വെച്ച് വീണ്ടും അവനോടൊപ്പം മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ കരുണയെ കാണുമ്പോ ദുർഗയാണെങ്കിൽ, മോൾ എത്തിയോ, മോൾ ഇങ്ങോട്ട് വന്നേ, മോള് ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല. ഇവനെ രണ്ടെണ്ണം പൊട്ടിക്കേണ്ട കാര്യം തന്നെയാണ് അവന്റെ വായിൽ നിന്നും വന്നത്. ഞാനും ഒന്ന് കൊടുത്തിരുന്നു. അമ്മ എന്തിനാ ഉണ്ണേട്ടനെ തല്ലാൻ പോയത്? ഞാനൊരു എടുത്തുചാട്ടത്തിന് പുറത്ത് തല്ലിയതാണ്. പക്ഷെ അതില് ഞാൻ ഒരുപാട് വേദനിക്കുന്നു എന്നൊക്കെ പറയുമ്പോ, വേദനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ നോക്ക്, ഒരു ഭർത്താവിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതും മോള് എത്ര സത്യസന്ധമായിട്ടാണ് അവന്റെ അടുത്ത് നിൽക്കുന്നത്. മോളുടെ ചേച്ചിയെ പോലെയാണോ? അല്ല. അപ്പൊ പിന്നെ അവൻ ഇങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടേ
മോള് ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല എന്നങ്ങനെ ദുർഗ പറയുന്നു. അങ്ങനെ ഉണ്ണി പോയതിനു ശേഷം ദുർഗയാണെങ്കിൽ ഉണ്ണി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അതായത് കരുണയുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും ഒരു ചില്ലി കാശ് പോലും തനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നൊക്കെ. എന്തായാലും കണ്ണന്റെ സ്വത്തിന് മേൽ ദുർഗ കണ്ണുവെച്ചതുപോലെ തന്നെ കരുണയുടെ സ്വത്തിന് മേലും കണ്ണുവെക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ദുർഗ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, മോളുടെ അമ്മയുടെ അച്ഛന്റെ പേരിലല്ലേ ഇപ്പൊ നിലവിലുള്ള സ്വത്തുക്കളൊക്കെ തന്നെ ഉള്ളത്? അതെ. അതിനെന്താ അമ്മേ? അതെ, ഈ മോഹിനിയുടെ പേരിലുള്ളത് കൊണ്ട് തന്നെ അത് മഹാലക്ഷ്മിക്ക് വന്നു ചേരാൻ ചാൻസ് ഉണ്ട്. ഇനിയും അവളുടെ പേരിൽ എന്തിനാ വെറുതെ സ്വത്തുക്കള്? മോളൊരു കാര്യം ചെയ്യേ, അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ആ സ്വത്തുക്കളൊക്കെ തന്നെ മോളുടെ പേരിലേക്ക് മാറ്റിക്കൂടെ എന്ന് ചോദിക്കുമ്പോ കരുണയ്ക്കാണെങ്കിൽ മോഹിനിയുടെ ആ ഒരു ബുദ്ധി മനസ്സിലാവുന്നുണ്ട്. അവളാണെങ്കിൽ അവരെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കൂടുതൽ എപ്പിസോഡ്സിനായിട്ട്.